മായ, കുറച്ച് നേരമായി നമ്മളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മായ ശ്രദ്ധിച്ച് കേൾക്കണം. പറഞ്ഞോ. കേൾക്കുമ്പോൾ മായയ്ക്ക് ചിലപ്പോൾ വിഷമം തോന്നും. ഞാൻ ഓൾറെഡി ഒരാളുമായി റിലേഷനിലാണ്. മായയുടെ മുഖം കണ്ടറിയാം മായയ്ക്ക് വിഷമമായിന്ന്. ഇല്ല, എന്തായാലും ഞാനത് അംഗീകരിച്ചല്ലേ പറ്റൂ. 3 വർഷമായി ഞങ്ങൾ ഒരുമിച്ച. ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ട് വേറെ വഴിയില്ല, ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചു. സാർ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. എനിക്കൊരു ജ്യൂസ്. ഏത് ജ്യൂസാ? എന്തായാലും കുഴപ്പമില്ല. ഓ എനിക്കതിൽ വിഷമമില്ല. തുറന്നു പറഞ്ഞു തന്നെ സന്തോഷം. താങ്ക് യു. മായ്ക്കാ ഭാഗ്യമില്ലാതായിന്ന് കരുതിയാൽ മതി. ആ ഭാഗ്യവതിനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. ഇത് ഭാഗ്യവതിയല്ല, ഭാഗ്യവാൻ. എൻ്റെ മാത്രം. ഇവനാണ് എൻ്റെ എല്ലാം, എൻ്റെ ജീവൻ. ഇത് നമ്മുടെ കൂടെ ഹോട്ടലില് ചേട്ടൻ്റെ കൂടെ വന്ന അവൻ തന്നെ. മാഡം ജ്യൂസ്. പാവം, ഒരുപാട് വിഷമിച്ചു. ഇനി ആർക്കും ഞങ്ങളെ പിരിക്കാനാവില്ല. എനിക്കറിയാം മായ്ക്ക് നല്ല വിഷമമായി കാണുന്നു. പക്ഷേ ജീവിതം ഒന്നേ ഉള്ളൂ മായ. നിനക്കിന്ന് ഡാൻസും പരിപാടിയൊന്നുമില്ലേ? ഇല്ല. പോയി കളിച്ചോ. ചേച്ചിക്ക് ഇതെന്താ പറ്റിയേ? നല്ല പാളയം കൊടന. ഞങ്ങൾ ഈ 2 പേരില്ലേ ഉള്ളൂ. കൊണ്ടുപോയി ചാക്കിനകത്ത് 2 ദിവസം വെച്ചാൽ മതി, പഴുത്തോളും. അതെ, ഇപ്പൊ ജിമ്മൊന്നുമില്ല. മോനേട്ടാ, ആ മായ വന്നോ? ഇത് മനസ്സിലായില്ലേ? നമ്മുടെ മുരിക്കൻ പറമ്പല്ലേ അപ്പുണ്ണിയേട്ടൻ, അപ്പുറത്തെ. അപ്പുണ്ണിയേട്ടനോ? അന്ന് എന്നോട് പറഞ്ഞ അപ്പുണ്ണിയേട്ടനോ? അപ്പൊ എന്നെ അറിയോ? ഇല്ല, ഞാൻ നമ്മുടെ കുറച്ച് വീരകഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ പുസ്തകങ്ങളും ആയിരിക്കും. ഹെൽമെറ്റ് വെക്കാതെ മരിച്ചുപോയ അപ്പുണ്ണിയേട്ടൻ അല്ലേ? സൈക്കിളിൽ പോകുന്നവരല്ലെങ്കിലും ഹെൽമെറ്റ് വെക്കാറില്ലല്ലോ. മായ എന്താ വൈകി? അത് ഒന്നുമില്ല. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല ഏട്ടാ. ആ, വൈകാൻ എന്തോ ഉണ്ടല്ലോ. എൻ്റെ കല്യാണം മുടങ്ങി.
എന്ത് പറ്റി? അതൊക്കെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. കുറേ പറഞ്ഞു. നല്ല സമയം. എനിക്ക് കുറേ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊന്നും നടന്നില്ല. പുള്ളിക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. ഈ റിലേഷൻഷിപ്പ് ഒക്കെ ഒരു നേരത്തെ പറയണ്ടേ? നന്നായി. അതോട് അതെ, നാളെ എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണ നിശ്ചയ. ചേട്ടനെ അവൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ കൊള്ളാന്നുണ്ട്. നമുക്കൊന്ന് പോയാലോ? അത് വേണോ? പോവാം. ഓ ശരി. കല്യാണം മുടങ്ങി. ഇനി ഇതുപോലൊരവസരം നിനക്ക് കിട്ടത്തില്ല. എടാ, നാളെ തന്നെ അവളോടെല്ലാം തുറന്ന് പറ. എന്നാലും മണിയാ, എന്നാലും ഇവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ? എടാ, ഈ സമയത്ത് ഐസക് ന്യൂട്ടന്റെ ഒരു തത്വം പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷെ എനിക്കതറിയില്ല. എന്നാ ഒന്നറിയാം, ഇനി ഇതുപോലൊരവസരം നിനക്ക് കിട്ടത്തില്ല. എടാ വേണോ? എടാ വേണം. നീയും അവളുള്ള ഒരു അവസരത്തിൽ പറഞ്ഞാ പോരെ? വീഡിയോ കോളോ? ഓ ബാബുളി. ആ മോനെ. ഹലോ മാമ, ഞാൻ വീട്ടിലെത്തി. വീട്ടിലാ? എപ്പോ എത്തി? ഇപ്പൊ എത്തിയുള്ളൂ മാമ. ആണോ? മാമനിപ്പോ വീട്ടിലോട്ട് വരുന്നുണ്ടോ? ഇല്ല മക്കളെ, മാമൻ പുറത്താ. ദാ മോഹനങ്കളിൻ്റെ കൂടെ. ഹായ് മോഹനങ്കൾ. അച്ഛാ, അച്ഛാതെ അച്ഛന്റെ കൂട്ടുകാരൻ. ഹലോ മോനെ. പെങ്ങളെ മോനെ. ബാബുന്റെ മോനെ. ആ ബാബുളിന്റെ. പിന്നെ പറ മോനെ. മാമൻ എന്താ വിളിക്കാഞ്ഞ്? മാമന് കുറച്ച് ആട്ടുംകുട്ടികളുടെ കച്ചവടം ഉണ്ടായിരുന്നു മക്കളെ. ഞാൻ കുറെ നേരം കാത്തിരുന്നു മാമന്. മാമൻ വരാടാ. മാമൻ പിന്നെ എപ്പോ വരും? മാമൻ വൈകുന്നേരം ആവടാ. അച്ഛനവിടെ? അച്ഛാ, ആ ഹളിയാ. നമ്മുടെ മോഹൻ അവിടെ ഉണ്ടോ? ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അവനൊന്ന് ഫോൺ കൊടുത്തേ. ആ കൊടുക്കാം താളിയെ. ബാബു, എടാ മോഹനാ, എത്ര നാളാണ് കണ്ടിട്ട്? നീ എന്താടാ ഇങ്ങോട്ടൊന്നും വരാത്തെ? എടാ എപ്പോഴും വരണമെന്നൊക്കെ ഓർക്കൂടാ, പക്ഷെ തിരക്കാ. നിനക്ക് ഓർമ്മയുണ്ടോടാ ജോഷി മാഷിനെ തല്ലു വാങ്ങി കൂട്ടിയതൊക്കെ? പിന്നെ മഴയത്ത് ചേമ്പിലൂടി പോയതൊക്കെ? ഇനി അതൊക്കെ നടക്കൂടാ ഞാൻ മോഹന? ഫോൺ താടാ. എടാ ഒന്ന് ആളിയാ, ആ പറടാ. ഞാൻ വീട്ടിലോട്ട് വരാം. ആ അന്ന് നീ വേവാ. ഒരു കോൾ വരുന്നു, പിന്നെ വിളിക്കാം. ആ ശരി ശരി. അങ്ങനെ ആയിക്കോട്ടെ.